അപ്പോൾ ഇനി ടേസ്റ്റിംഗ് റൗണ്ടാണ്. നമ്മളുടെ 5 കണ്ടസ്റ്റൻസ് ഇവിടെ വിഭവങ്ങൾ ധാരാളമായിട്ട് തയ്യാറാക്കി നിൽക്കുവാണ്. ഒരുപാട് വിഭവങ്ങൾ വീട്ടുകാരുടെ സഹായത്തോടെ. അപ്പോൾ ഫാമിലി റൗണ്ടിൻ്റെ മറ്റൊരു ഭാഗം. അപ്പോൾ നമ്മളിനി സരിഗ. സരികയും കുടുംബവും അവരുടെ വിഭവങ്ങൾ സ്വാദം നോക്കാൻ പോവാണ്. കൃഷ്ണ ഇവിടെ നിൽക്കുന്നു. ധാരാളം വിഭവം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആവശ്യത്തിനല്ലേ. എന്ന് പറയാം അല്ലേ. ഓനുള്ളതുകൊണ്ട് അതെ ഇച്ചിരി പാടായിരുന്നു അല്ലേ. ഇതെല്ലാം അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് വന്ന് ചെയ്തതല്ലേ വിഭവങ്ങൾ. ഞങ്ങൾ തുടങ്ങട്ടെ. ഇതിപ്പോ പത്തിരി, കട്ടിപ്പത്തിരി, പിന്നെ ബീഫ് വരട്ടിയത്, ചോറ്, കറിയുണ്ട്, ചിക്കൻ കറി, പാത്രമില്ലാത്ത ചെറിയൊരു പാത്രത്തിൽ ചിക്കൻ കറി. പിന്നെ ഇതെന്താണ്? മീൻ പീര. ഏത് മീനാ ഉപയോഗിച്ചത്? നെത്തോലിയല്ലേ? അല്ല, പിന്നെ പാവയ്ക്ക വെറുതെ ജസ്റ്റ് ഒന്ന്. ഓക്കെ. ഇത് അയല. അതിനെന്താ നിങ്ങൾ പറയാ? അതിന് അയില മുള്ളെടുത്ത് അയല വിത്തൗട്ട് മുള്ള്. എല്ലാം കുറച്ച് സ്പൈസിയാണ്, പക്ഷേ അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. കറക്റ്റാണ്. എരിവ് ആവശ്യത്തിന് നല്ല സ്പൈസി. അത് പാവയ്ക്കയ്ക്ക് ഇച്ചിരി കയറി നിൽക്കുന്നു. ഇനി അവസാനം ഇച്ചിരി എന്താ പറയുക, പായസം. സന്തോഷമായി. എല്ലാ കാര്യങ്ങളും ബീഫ് വളരെ ഗംഭീരം, എല്ലാം നന്നായിരിക്കണം. പീര വെച്ചത്, മീനിൻ്റെ പീര, ചിക്കൻ എല്ലാം നന്നായിരിക്കും. ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടി ബുദ്ധിമുട്ടി ഇത്രയൊക്കെ ചെയ്യും. കുഞ്ഞിനെക്കാട്ടും പാടായിരുന്നു ഈ കുഞ്ഞ്. ഒന്നും കൈ കിട്ടുന്നില്ല അതല്ലേ. എന്തായാലും ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. വളരെ നന്നായിരിക്കുന്നു, ചെയ്തതെല്ലാം വളരെ നന്നായി. ഓക്കെ, താങ്ക് യു. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം. നിങ്ങളെല്ലാം പരിചയപ്പെടുത്താൻ സാധിച്ചല്ലോ പ്രേക്ഷകർ. ഇനി അടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അഞ്ജന ആൻഡ് ഫാമിലി തയ്യാറാക്കി വിഭവങ്ങളെല്ലാം ഇവിടെ റെഡി. അഞ്ജനയും അച്ഛനും ബ്രദറും റെഡി ആയിരിക്കണം. കുറേ ഉണ്ടല്ലോ, ഒത്തിരി സാധനങ്ങൾ. ഇത് എന്താ? ഇത് ഉണക്കമീൻ ചമ്മന്തി, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് കിച്ചടി, അവിയൽ, തോരൻ, പരിപ്പ്, ഉണക്കച്ചെമ്മീൻ്റെ റോസ്റ്റ്, പോക്ക് ഫ്രൈ, പുളിശ്ശേരിയാണ്.
പുളിശ്ശേരി. മോര് കാച്ചിയത് എന്താ പറയാ നിങ്ങൾ? മോര് കാച്ചിയത്. മോര് കാച്ചിയത്. തേങ്ങയില്ലാണ്ട്. ആ ചോറ്, പോർക്ക് റോസ്റ്റ്. പോർക്ക് റോസ്റ്റ്, പോർക്ക് ഫ്രൈ, പിന്നെ സ്വീറ്റായിട്ട് കേസരിയാ തോന്നുന്നു അല്ലേ? കേസരി ഉണ്ടാക്കിയത്. പഴം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇത് പോർക്ക് കോക്കനട്ട്. പോർക്കും കോക്കനട്ടും കൂടി. അത് പോർക്ക് ഞാൻ കഴിക്കുന്ന ആളല്ല, ഞാൻ പറഞ്ഞല്ലോ പോർക്ക് കഴിക്കില്ല, പക്ഷേ കൃഷ്ണ കഴിക്കില്ല. അതെ അതെ അതെ, ഇന്നെല്ലാം കൃഷ്ണയ്ക്ക് കൊടുത്തിരിക്കും ആ ഭാഗം. ഓക്കെ, ഞങ്ങൾ തുടങ്ങട്ടെ. ഉണക്കച്ചെമ്മീൻ. പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടാ ചെയ്തല്ലേ? ഗ്രേറ്റ് ചെയ്തിട്ട് അരപ്പൊന്നുമില്ല, തൈര് മാത്രം. മനസ്സിലായി. വാളംപുളി ആണ് പുളി ചേർത്ത് ചെയ്ത്. ചിലർ തൈര് ഒഴിക്കുമല്ലോ. തൈരും ചേർക്കും, രണ്ടും ചേർക്കും. ഉണ്ടാക്കാറുണ്ട്. വെരി നൈസ്. എൻ്റെ ഫേവറേറ്റ്. ഇഷ്ടപ്പെട്ട വിഭവമാണ് അല്ലേ? ചോറിൻ്റെ കൂടെ മോര് മാത്രം മതി. ഇത് മോരും. ഓ, മോരും. ഇനിയുള്ളതെല്ലാം രണ്ട് പോർക്ക് വിഭവം. റോസ്റ്റ് അല്ലേ? അത് റോസ്റ്റ്. നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആയിരിക്കും. കേസരിയിൽ പൈനാപ്പിൾ ചേർത്തിട്ടുണ്ട് അല്ലേ? പൈനാപ്പിൾ ഇട്ട് സമയം കിട്ടാത്തതുകൊണ്ട് കേസരി ആദ്യമായിട്ട് ഉണ്ടാക്കുക. എന്താ പ്ലാൻ ചെയ്തിരുന്നത്? പായസം. ആ ഓക്കെ, ശരിയാണ്, ഓർക്കുന്നു. എല്ലാം നന്നായിട്ടുണ്ട്. എന്തായാലും സന്തോഷം. അച്ഛൻ ഇത്ര ക്ഷമയോടുകൂടി ഇത്രയും സമയം അല്ലേ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചതിൽ വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയതിന് ഒരു ഭാഗ്യമായി കരുതുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ വന്നിട്ടില്ലല്ലോ. അഞ്ജനെ എപ്പോഴും കാണാറുണ്ട് അല്ലേ? അഞ്ജനയുടെ അച്ഛൻ ആരാണ് അങ്ങനെ ആർക്കും അറിയില്ലല്ലോ. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. ഇത്രയും വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് ഒരു മോറൽ സപ്പോർട്ടും സഹായവും ഒക്കെ ചെയ്തു കൊടുത്തതിന് രണ്ടാളോടും ഓൾസോ ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി നമുക്ക് സംഗീതയും കുടുംബവും തയ്യാറാക്കിയ വിഭവങ്ങൾ സ്വാഗതം. സംഗീത, അമ്മ, വല്യമ്മ, ഗൗരിക്കുട്ടി. മോൾക്ക് ഇങ്ങനെ ക്ഷീണമായി അല്ലേ? ഇവിടെ കളിച്ച് ഓട്ടം. അപ്പോൾ എന്തായാലും ഈ കാണുന്നതെല്ലാം വല്യമ്മയുടെ കൈപുണ്യം പ്ലസ് അമ്മയുടെയും. മനസ്സിലായി. സംഗീതയുടെ തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ഇത്? ഇഞ്ചിക്കറി തൊട്ടാണോ തുടങ്ങുന്നത്? അല്ല, ഇത് ഉള്ളി വെച്ച് ഉള്ളി അച്ചാറ്, മാങ്ങാക്കറി, കപ്പത്തോരൻ. അല്ല, പിന്നെ അത് ക്യാബേജ് തോരൻ. കപ്പത്തോരൻ വേണ്ട വെച്ചോ? കപ്പത്തോരൻ സമയം കിട്ടിയില്ല. നന്നായി. മാങ്ങ പുളിശ്ശേരി, മാങ്ങ ഒഴിച്ചുകൂട്ടാൻ. ഇത് കപ്പ അവിയല്, മെഴുക്ക് വരട്ടി അല്ലേ? പീസും പൊട്ടറ്റോ ഒക്കെ, മറ്റേ അച്ചിങ്ങ പയറും ഉരുളക്കിഴങ്ങും കൂടി. പിന്നെ അവിയൽ, ട്രിവാൻഡ്രം സ്റ്റൈൽ അവിയൽ, സാമ്പാർ, ചോറ്, ട്രിവാൻഡ്രം സ്റ്റൈലിലെ മീൻ കറി, മുരിങ്ങയ്ക്ക് മാങ്ങ ഇട്ട കറി അല്ലേ? ഓക്കെ. ഇത് മീൻ വറുത്തത്, ഉണക്കമീൻ ഫ്രൈ,
പായസം. പായസം, കടലപ്രഥമൻ. പിന്നെ ഉണക്കമീൻ അങ്ങറ്റത്ത് ഉണക്കമീൻ പറഞ്ഞു. ഓ, എല്ലാം കണ്ടു. പൊടിമീനാണല്ലോ അല്ലേ ഉണക്കമീൻ? മറ്റേ ചെറിയ പാര, എന്താ പറയുക, നമ്മുടെ ചെറിയ പാര. നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ഞങ്ങൾ തുടങ്ങുക. ഇത് ഉള്ളി അല്ലേ? ഉള്ളി ഉണ്ട്. പിന്നെ മാങ്ങാക്കറി, മാങ്ങ ഒഴിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് മാങ്ങ ഒഴിച്ചറി. കപ്പ അവിയൽ. കപ്പ ഇഷ്ടമുള്ള കാര്യമാണോ? ട്രിവാൻഡ്രം സ്റ്റൈൽ ഭക്ഷണം ആയതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അല്ല, എനിക്ക് എല്ലാ ടൈപ്പ് ആഹാരം ഇഷ്ടമാണ്. എല്ലാ റീജിയൻസിലെയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ തനി ട്രിവാൻഡ്രം നല്ല. കറക്റ്റ് നോക്കട്ടെ മീനിൻ്റെ കാര്യം. മീനായിരുന്നു. എന്ത് മീനായിരുന്നു? മീനാ. ട്രിവാൻഡ്രം മീൻ കറി. സാമ്പാറും കൂടെ കൂട്ടി വെക്കും. സാമ്പാർ ഞാൻ സാധാരണ കഴിക്കാത്തൊരു സാധനമാണ്. സാമ്പാർ എല്ലാം കറക്റ്റാണ്. ഇവിടുത്തെ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഫിഷ് ഫ്രൈ, ലാസ്റ്റ് ഉണക്കമീൻ. ഇത് വറുത്ത് ചിക്കൻ അങ്ങനെ അത് നല്ല ടേസ്റ്റാണ്. മീനിൻ്റെ കൂടെ വരുമ്പോഴേ ആ കരുകരുപ്പ്. ലാസ്റ്റ് മധുരത്തിലേക്ക് പോകുന്നു. നല്ല പക്ഷേ ഇരുന്ന് കുറച്ച് മനസ്സിലായി, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പാകത്തിന് വറുത്തി എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം കൊള്ളാം, ഗംഭീരം, വെരി സാറ്റിസ്ഫാക്ഷൻ. ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ച് എല്ലാം ടേസ്റ്റ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. ഇതൊന്നും ഇത്രയും വരില്ല ഇവിടെ. നമ്മുടെ ടേസ്റ്റ് ഫുൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും എടുത്ത എഫേർട്ട് കറക്റ്റായിരുന്നു. ആ എഫേർട്ട് എടുത്തതിനുള്ള റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എക്സലൻറ്റ് വർക്ക്. താങ്ക് യു വെരി മച്ച്. വന്നതിന് വലിയ സന്തോഷം. ഓക്കെ, നമ്മളിൻ്റെ ചാരുതയും കുടുംബവും തയ്യാറാക്കിയ വിഭവങ്ങൾ സ്വാദ് നോക്കാം. ഫുൾ വൈൻ സെറ്റ്. ചാരുത, ഫാദർ ആൻഡ് മദർ. ഇത് കംപ്ലീറ്റ് ഒരു ക്രിസ്ത്യൻ മീലാണ് അല്ലേ? ഒരു ട്രഡീഷണൽ സ്റ്റാർട്ടിങ് വൈൻ. വൈൻ കേക്ക് തൊട്ട് തുടങ്ങുന്നു. വൈനിപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റന്റ് വൈൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, വെരി ഗുഡ്. അധികം വീര്യം ഉണ്ടാവില്ല, പക്ഷേ പിന്നെ എല്ലാ കറികളും ഇതിനൊക്കെ എന്താ നിങ്ങൾ പറയാ? ഓരോന്നും
ഇത് ശരിക്കും ഫിഷ് ഫ്രൈ ആണ്. ഫ്രൈ, സാലഡ്. ഇത് തോരനാണ്. കൊഞ്ച് അത് തോരൻ. ചെമ്മീനും ഇത് ചെമ്മീൻ പൊടി, ഉണക്ക ചെമ്മീൻ പൊടി, അച്ചാറ്, ഉപ്പ്, മീൻ കുടംപുളി ഇട്ട് മീൻ പറ്റിച്ചത്, ബീഫ് ഒലത്ത്, പിന്നെ കാളൻ പോർക്കും കായും. അത് ഇത് പോർക്കും കായും കൂടെ ഉള്ളതാണ് അല്ലേ? റോസ്റ്റ് ചെയ്തത്. അത് ചിക്കൻ ഇടിച്ച മുളകൊക്കെ ഇട്ട് പരട്ടിയെടുത്ത് പറയുന്നത്. അത് ചെമ്മീനും മാങ്ങി. പിടിയും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള പിടിയും ഇറച്ചി എന്ന് പറയുന്നത് ബീഫ് മപ്പാസ്, ചോറ്, ചപ്പാത്തി. ഇനി അവസാനം ഡിസേർട്ടായിട്ട് പഴവും പാനി. സാധാരണ പഴം കുഴച്ചാണ് കഴിക്കുന്നത് അല്ല, ഇതുപോലെ കട്ട് ചെയ്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആ ഫോമിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, ഇവിടെ തന്നെ തുടങ്ങാം. വൈൻ ആൻഡ് കൃഷ്ണയ്ക്ക് സെപ്പറേറ്റ് വിളമ്പി വെച്ചിട്ടുണ്ട്, എനിക്ക് സെപ്പറേറ്റ് അല്ലേ? രണ്ടാൾക്കും സെപ്പറേറ്റ്. ഇനി എന്താ വേണ്ടേ? 2 അതിഥികൾ വരുമ്പോൾ അതെ, രണ്ടാളെ നന്നായിട്ട് നോക്കണമല്ലോ. വെരി നൈസ്. പിടിയും ഇത് ബീഫിന്റെ മപ്പാസ്. ഗംഭീരമായിരിക്കുന്നു. വെരി സാറ്റിസ്ഫാക്ടറി. നമുക്ക് കഴിക്കുന്ന ആൾക്കാരുടെ മനസ്സ് നിറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് അല്ലേ? വയറ് നിറയുന്നതോടൊപ്പം തന്നെ മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. വളരെ സൂത്തിങ് ആണ്. വെരി നൈസ്. ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് നമ്മളൊരു ലഞ്ച് കഴിച്ചൊരു സുഖം. ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണാൻ. നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായി ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാമിലി റൗണ്ടിൽ പങ്കെടുത്തതിന്, ചാരുവിനെ സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങളുടെ ഭാഗത്തുനിന്നും വളരെ സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് നന്ദിയുണ്ട്. സന്തോഷം. ഓക്കെ, താങ്ക് യു. നമ്മളിനി ഡിംപിൾ ആൻഡ് ഫാമിലി തയ്യാറാക്കിയ വിഭവങ്ങൾ സ്വാദ് നോക്കാൻ പോവാണ്. ഡിംപിളുണ്ട്, അച്ഛൻ, അമ്മ, ബ്രദർ, ഡോൺ. ഡോണിനെ ഇപ്പോൾ നമുക്ക് നല്ല പരിചയമായി. അമ്മയെ നല്ല പരിചയം, അച്ഛനെ മാത്രമേ ഉള്ളൂ കുറച്ച് പരിചയം. വരാറുണ്ട്, താഴെ ഞങ്ങൾ ഇറക്കിയിട്ട് പോകാറുണ്ട്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മീലാണ്, തൃശ്ശൂർ സ്റ്റൈൽ. ശരിക്കും അതിലൊരു തന്തൂരി വരും ഇതിൻ്റെ പിന്നെ അതൊരു ചിക്കനും കൂടി ഉണ്ടാവും. ഇപ്പൊ KFC ആയി തുടങ്ങിയത്. KFC ആയി. തന്തൂരിയും കൂടി മാറി ഇപ്പൊ KFCയിലേക്ക് മാറിയിട്ടുണ്ട്. കേക്ക് ആൻഡ് വൈൻ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞ
കട്ട്ലറ്റും സാലഡും ആ സോസും പിന്നെ തന്തൂരി ചിക്കൻ ശരിക്കും ഒറിജിനൽ തന്തൂരി അല്ല തന്തൂരിയിലാണ് മിക്സ് മസാല Natural അതാണ്. അല്ലേ? അതെ പിന്നെ തന്തൂരി ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഓക്കെ സൂപ്പും സോസേജും പിന്നെ ബ്രെഡും ചിക്കൻ കടയിലേക്ക് അപ്പം അപ്പം അല്ലെങ്കിൽ ബ്രെഡ് പിന്നെ ചോറ്, കോഴി പോർക്ക് മീൻ കോഴി കറി ആ, കോഴി റോസ്റ്റ് ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ഇത് മമ്മിയുടെ ഒരു സ്പെഷ്യലാണ് ഇത് ഫിഷ് കറി ഫിഷ് കറി ഇത് ഉപ്പേരി ഇത് മമ്മിയുടെ ഒരു സ്പെഷ്യൽ ബീഫ് ബീഫ് റോസ്റ്റ് റോസ്റ്റ് മമ്മി സ്പെഷ്യൽ അതെ ഇത് പോർക്ക് സാലഡ് ഫിഷ് ഫ്രൈ ഇത് ബീഫ് വെച്ചിട്ട് വേറൊരു സ്റ്റൈലില് രണ്ടു തരം ബീഫ് ക്രഷ്ഡ് ചില്ലി വെച്ചിട്ട് ഇത് ക്രഷ് ചില്ലി വെച്ചിട്ട് അത് വേറെ Coconut. ചമ്മന്തി തേങ്ങ കൊത്ത് ഇട്ടിട്ട് ശരിക്കും ഞങ്ങൾ പറയാ തൃശ്ശൂര് കോഴി പോർക്ക് മീൻ അങ്ങനെയാ പറയാ കോഴി പോർക്ക് മീൻ പശു അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് കോഴി പോർക്ക് മീൻ അങ്ങനെ പറയാം കോഴി പോർക്ക് മീൻ പശു സലാസ് അച്ചാറ് ഉപ്പേരി സലാഡ് അങ്ങനെ പറയാം ചല്ലാസ് അത് വേറെയാണ് ഓക്കെ പിന്നെ മീൻകറി ഇത് മറ്റേ വെണ്ടയ്ക്ക പാലൊഴിച്ച് വെച്ചത് ഒരു അത് വെജ് കഴിക്കാൻ stew മാതിരി. 2-3 ഐറ്റം ഇത് പ്രോൺസ് വെച്ചിട്ട് മമ്മിയുടെ ഒരു അത് മമ്മി സ്പെഷ്യൽ പ്രോൺസ് വെച്ചിട്ട് ഒന്നുമില്ല അതില് വെറുതെ സവോളയും തേങ്ങാപ്പാലും തക്കാളിയും മാത്രം പച്ചമുളകും കൂടി തിളപ്പിച്ച് തേങ്ങാപ്പാലും പിന്നെ അമ്മ നല്ലൊരു കുക്കാണ് കണ്ടാ മനസ്സിലാവും ഓക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വൈ എടുത്തു ഞാൻ കുടിക്കാറില്ല. ഇല്ല ഓക്കെ കൊടുത്തു അല്ല അതൊക്കെ നമുക്കിങ്ങനെ ഒരു ഷ- ഓക്കെ ഓക്കെ കട്ട്ലറ്റ് സാധാരണ ബീഫാണ് തൃശ്ശൂർ കൂടുതലും ആ side അല്ലേ? ആ സൈഡ് സൂപ്പ് എന്തായിരുന്നു സൂപ്പ് മറ്റേ സ്റ്റോക്ക് ചിക്കൻ സ്റ്റോക്ക് ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കട്ട്ലേറ്റ് സോസേജ് സോസേജ് അതിങ്ങനെ അത് നടുവിൽ കീറിയിട്ട് മുഴുവനോടെ മസാല അല്ലാണ്ട് നമ്മുടെ അതൊരു മസാലയൊക്കെ പറിച്ച് എനിക്കത് സ്റ്റിക്ക് പോലെ ആവാറ് സൂപ്പ് സ്റ്റിക്ക് പോലെ വരാറ് സാധാരണ പക്ഷെ ഇതെന്തോ ഷ്രിമ്പ് പോലെ അങ്ങോട്ട് ചുരുങ്ങി. പക്ഷെ അതൊരു വെറൈറ്റി അതെ അതെ ശരിക്കും വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പം വീട്ടിൽ തന്തൂരി മെഷീൻ ഉണ്ട് അപ്പൊ അതിൽ വെച്ചിട്ടാ ചെയ്യാറ് ഇവിടെ കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ ചെയ്തത് ശരിക്കും തൃശ്ശൂർ വെള്ളയപ്പാണ് സാധാരണ Lace കൊടുക്കുന്നത് അല്ലേ? വെള്ളയപ്പം. പ്ലീസ് വല്ല അതെ നടുക്ക് മാത്രം കുഞ്ഞത് Lace, ചെറുത്. ലേസ് ആയിട്ട് പക്ഷെ എനിക്കത് സത്യം പറഞ്ഞ ഉണ്ടാക്കാറില്ല അമ്മയൊക്കെ ഉണ്ടാക്കും എനിക്കറിയില്ല അപ്പൊ നമ്മളിപ്പോ ഒരു ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്നും അതെ, അങ്ങോട്ട് അതെ. തുടങ്ങുന്നേ ഉള്ളൂ ശരിക്കും ഇപ്പൊ തൃശ്ശൂർ കല്യാണങ്ങൾക്കൊക്കെ ഇതിന്റെ ഒരു കോഴ്സ് കൂടി ആയി ആണോ ഭയങ്കര ഒക്കെ ആയി കല്യാണത്തിന് അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും അവിടെ പിന്നെ ഫിഷ് മുഴുവനോടെ പോർക്ക് മുഴുവനോടെ അങ്ങനെയൊക്കെ ആയി ഇപ്പൊ ചാലക്കുടി തൃശ്ശൂർ ആ തൃശ്ശൂർ അങ്ങോട്ട് തൃശ്ശൂർ ഇത്തിരി ആഘോഷങ്ങളുടെ നാടാണ് ഭക്ഷണപ്രിയരുടെ സ്ഥലമാണ് അതുപോലെ ക്രഷ്ഡ് ചില്ലി മാത്രമാണ് ബീഫില് ഇതില് അല്ലേ ആ ഇതില് പാലൊഴിച്ച് വെറും പാൽ തേങ്ങാപ്പാലും മാങ്ങ കുടപ്പുളിയും നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നോക്കാം അല്ല ഒരെണ്ണം കഴിഞ്ഞു. ചെമ്മീൻ അല്ലേ അതൊരു ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം പെട്ടെന്ന് ആരെങ്കിലും വന്ന് ഒരുപാട് കഴിഞ്ഞാൽ പണിയൊന്നുമില്ല ഉണ്ടാക്കാവുന്ന. എളുപ്പത്തിൽ കുട്ടികൾക്കായാലും ചെയ്യാമെന്ന് വെച്ചാൽ വെണ്ടയ്ക്കും ചില സ്വീറ്റ്നെസ് ഉണ്ട് അതെ അതെ അത് ഫുൾ തമ്പാലാണ്
പാലിൽ. നാളികേരപ്പാലിലാണ് ആ 2 സംഭവം. അത് ഫിഷ് ഫ്രൈ. ഫ്രഷ് പീസുകളെ ചെറുതായി കൊണ്ടുവന്നത്. ഇനി ഒരു കാര്യം കൂടി മാത്രമുണ്ട് ലാസ്റ്റ്. അത് ഫ്രൂട്ട് സലാഡാണ് അല്ലേ? അല്ല അവള് വെറുതെ ഫ്രൂട്ട്സ് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഫ്രഷ് ക്രീം ഉണ്ട് അതിൽ. ഓക്കെ, അത്രേ അല്ല സാധാരണ ഐസ്ക്രീം ഒക്കെയാണ് ചെയ്യാറ്. അതിപ്പോൾ നമ്മൾ വാങ്ങിയതല്ലേ മിക്സ് ചെയ്തിട്ടുണ്ട്. കസ്റ്റേർഡ് മിക്സ് ചെയ്ത് അങ്ങനെ വെരി നൈസ്. എല്ലാം നന്നായിട്ടുണ്ട്. എന്തായാലും ആ കറക്റ്റ് ട്രഡീഷണൽ വേയിൽ എല്ലാം അല്ലേ? കട്ട്ലറ്റ് ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട്. കട്ട്ലറ്റ് ഡിമ്പിളിൻ്റെ സ്പെഷ്യലാണ്. ഡിമ്പിളിൻ്റെ മസാല ഉണ്ടാക്കാൻ ഒരു ഇത്തിരി പാടാണ്. അല്ല പുള്ളിക്കാരിക്കേ അറിയുള്ളൂ മസാലയ്ക്ക് ഒരു പ്രത്യേക. അത് രണ്ടാമത് ചോദിച്ചാൽ പറയാറില്ല. കുറേ ഇങ്ങനെ എടുത്തിട്ട് മസാലയ്ക്ക് നന്നായിട്ട് ഫിഷ് കട്ട്ലറ്റ് നല്ലോണം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എല്ലാം നന്നായിട്ടുണ്ട്. എവറിത്തിങ് നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ ഒരു ടീമിന്, അതായത് ഈ ഒരു ഇതിന് ബാച്ചില്ല, ഈ ഒരു ഗെയിമിന് ബാച്ചില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാലിലുള്ള ബലൂൺസ് അങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുക. മനസ്സിലായില്ലേ? 2 കാലം യൂസ് ചെയ്യാം, ഏത് കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കുറേ നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കരുത് ഒറ്റക്കാലിൽ. ഓപ്പൺ ചെയ്യരുത്, കൈ ബാക്ക് കെട്ടണം. അതിനാണ് ജഡ്ജി ആൻഡ് റഫറി ശാലിനി ഉണ്ട്. കൈ വിടരുത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഗംഗായമുന സംഗമ സമതല ഭൂമി
സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി ഗംഗാ യമുന സംഗമ സമതല ഭൂമി സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി ഇളമൈ ഒരു മധുരക്കിനാവിലഹരിയിലെങ്ങോ ഗുണമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊന്മലരെയും തേൻ കണ്ടു ഞാൻ മലരേ തേൻ കണ്ടു ഞാൻ मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू मेरी जिंदगानी कब आएगी तू चलिया 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 तुमसे मिलने की तमन्ना है प्यार का इरादा है और एक वादा है जान तुमसे मिलने की तमन्ना है प्यार का इरादा है और एक वादा है जान जो कभी हम मिले तो तुम्हारा दिल मेरा प्यार ओ मेरे यार ओ मेरे यार दोस्ती हम नहीं तोड़ेंगे तोड़ेंगे तेरा साथ ना छोड़ेंगे दोस्ती हम नहीं तोड़ेंगे അങ്ങനെ നമ്മുടെ ഫാമിലി റൗണ്ട് അവസാനിച്ചിരിക്കുവാണ്. എല്ലാവരും കുറച്ച് ടയർഡാണെന്നറിയാം, എന്നാലും ഒരു സന്തോഷമുണ്ട് എല്ലാവരുടെ മുഖത്തും, ഇല്ലേ നിഷേ? ഒരു സന്തോഷമുണ്ട്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതേ ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവരും ആയിട്ട് നല്ലൊരു ക്രൗഡ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഈ റൗണ്ട് തന്നെ ഒരു എക്സലൻറ്റ് റൗണ്ടായിട്ടാണ് നമുക്ക് സെലിബ്രിറ്റീസിനെക്കാളും സ്കോർ ചെയ്തിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഇന്നത്തെ എല്ലാവരും നിങ്ങളും ഞങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ സന്തോഷം അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അല്ലേ, ഈ കോമ്പറ്റീഷൻ തുടങ്ങിയ സമയം തൊട്ട് ഇത്രയും ദിവസം നടന്ന റൗണ്ടിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് റൗണ്ടായിരുന്നു അത്. ഓക്കെ അല്ലേ? അപ്പം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞ് മാർക്കിടൽ പരിപാടികൾ. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഇത് എങ്ങനെ മാർക്കിടും. കാര്യം എല്ലാവരും ഒന്നിനൊന്നും മെച്ചം, ഒരു കുറ്റവും പറയാനില്ല, എല്ലാം നല്ലത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഗ്രേഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സോ വാട്ട് ടു ഡു? ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും ഫസ്റ്റ് തന്നെ. ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സർപ്രൈസ് തരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറഞ്ഞു താങ്ക്സ് എ ലോട്ട്, താങ്ക്സ് എ ലോട്ട്. എനിക്ക് തേർഡ് ഉണ്ടാവും. പക്ഷേ ഇത് നല്ല കാര്യമാണ്, കാരണം അവർക്കൊന്നും വിഷമാവില്ല. മറ്റേ അങ്ങനെയൊന്നുമല്ല, അതുകൊണ്ടൊന്നും സെക്കൻഡും തേർഡും ആയിട്ട് അങ്ങനെ ഗ്രേഡ് തിരിച്ചിരുന്നെങ്കിൽ വീട്ടിൽ ചെന്നെങ്കിലും വിഷമായോ എനിക്ക്. എല്ലാം നല്ലതായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും. എനിക്ക് തോന്നിയത് ഇത്രയും ഗാർഡിയൻസിനൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ അംഗീകാരം കിട്ടിയത്. സത്യം. അതെ അതെ അതെ, ഇവര് വന്നതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ആയത്. എല്ലാവരും എല്ലാം ഫസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ വെറുതെ ഒരു ഷോയ്ക്ക് വന്നത് നിങ്ങളെ ഒന്ന് പറ്റിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇത് നോക്കൂ, ഇത് എടുക്കുന്നില്ലേന്ന് ചോദിച്ചു. ഇത് വെറുതെ ബ്ലാക്ക് പേപ്പർ നിങ്ങളെ പറ്റിക്കാൻ കൊണ്ടതാണ്. സോ ഞങ്ങൾക്ക് മാർക്ക് ഇടാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. കാര്യം അത് അതിന്റെ ആവശ്യമില്ല. എല്ലാവരും നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് നിങ്ങൾ ഗുഡ് റൗണ്ട്. ഓക്കെ, ഫസ്റ്റ് ടൈം വിളിക്കോട്ടെ. എന്തായാലും
വളരെ സന്തോഷം. വന്ന എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ടിന്, നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും. മോന് വരെ ഏറ്റവും ചെറിയ ആളിന് വരെ സന്തോഷം. ഓക്കെ, എല്ലാവരോടും ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ്.